ഓക്കെ. മധ്യകാല ഇന്ത്യ. അറബികളുടെ ആദ്യ ഇന്ത്യൻ സിന്ധ് ആക്രമണം നടന്ന വർഷം AD 712 അപ്പം അറബികളുടെ ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ സിന്ധ് ആക്രമണം നടന്നത് AD 712. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ ഖാസിമാണ്. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് ബിൻ ഖാസിമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ ഖാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. അപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഖാസിമിനെ അയച്ച ഒരു ഇറാഖിലെ ഗവർണറുണ്ട്. അതാരാണ്? അൽ ഹജാജ് ബിൻ യൂസഫാണ്. മുഹമ്മദ് ബിൻ ഖാസിമിനാൽ വധിക്കപ്പെട്ട സിന്ധിലെ ഭരണാധികാരിയാണ് ദാഹിർ. അപ്പോൾ അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം നടന്നത് AD 712. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് ബിൻ ഖാസിം. ഇന്ത്യയെ ആക്രമിക്കാൻ ഖാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണർ ആരാണ്ട്? അൽ ഹജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ ഖാസിമിനാൽ വധിക്കപ്പെട്ട സിന്ധിലെ ഭരണാധികാരി ആരാണ്? ദാഹിർ. ഓക്കെ. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം ഏതാണ്? AD 738. AD 1001 ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരി മുഹമ്മദ് ഗസ്നിയാണ്. അപ്പോൾ AD 1001 ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. അപ്പം AD 1000-നും 1026-നും ഇടയിൽ 17 തവണ ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും അതാരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. അപ്പം AD 1001 ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നത് ആര്? തുർക്കി ഭരണാധികാരി. അപ്പം ഫസ്റ്റ് അറ്റാക്ക് ഇന്ത്യയെ ചെയ്ത ആരാണ്? തുർക്കി ഭരണാധികാരി. ഏത് തുർക്കി ഭരണാധികാരിയാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഗസ്നിയാണ്. AD 1000-നും 1026-നും ഇടയിൽ 17 തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്ത തുർക്കി ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച വർഷം 1008. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച വർഷം ഏതാണ്? 1018. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച വർഷം 1018. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. അപ്പം ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ജയപാലൻ. മുഹമ്മദ് ഗസ്നി പരാജയപ്പെടുത്തിയ ഷാഹി വംശത്തിലെ ഭരണാധികാരികൾ. അപ്പോൾ മുഹമ്മദ് ഗസ്നി പരാജയപ്പെടുത്തിയ ഷാഹി വംശത്തിലെ ഷാഹി ഡൈനാസ്റ്റിയിലെ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ജയപാലനും ആനന്ദപാലനും. ഓക്കെ. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി. തെക്കൻ ഏഷ്യയിലെ ഷാർലെമാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നിയാണ്. വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിച്ചത് മുഹമ്മദ് ഗസ്നിയാണ്. 1025 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് കൊള്ളയടിച്ചത് ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നി സ്വീകരിച്ച സ്ഥാനപ്പേരാണ് യമീൻ അൽ ദൗള എന്ന പേരാര് സ്വീകരിച്ചു? സ്ഥാനപ്പേരാര് സ്വീകരിച്ചു? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാര ചരിത്രകാരനാണ് അൽ ഉദ്ബി. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരം ചരിത്രകാരൻ ആരാണ്? അൽ ഉദ്ബി. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? മുഹമ്മദ് ഗസ്നിയെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. അപ്പം എന്താണ്? രജപുത്രന്മാരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന AD 738. അതുപോലെ തന്നെ AD 1001 ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഗസ്നിയാണ്. AD 1000-നും 1026-നും ഇടയിൽ 17 തവണ ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയും ആരെയാണ്? മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ചത് 1018. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട് ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ജയപാലൻ പരാജയപ്പെടുത്തി. മുഹമ്മദ് ഗസ്നി ആരെ പരാജയപ്പെടുത്തി? ഷാഹി വംശത്തിലെ ഭരണാധികാരികളെ പരാജയപ്പെടുത്തി. അപ്പോൾ ജയപാലനും ആനന്ദപാലനുമാണ് അവർ. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ്. തെക്കൻ ഏഷ്യയിലെ ഷാർലമാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി. വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി. പിന്നെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് 1025 കൊള്ളയടിച്ചത് മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നി സ്വീകരിച്ച സ്ഥാനപ്പേരാണ് യമീൻ അൽ ദൗള. അതുപോലെ തന്നെ മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരം ചരിത്രകാരനാണ് ആര്? അൽ ഉദ്ബി എന്ന് പറയുന്നത്. ഇനി കിതാബ് ഐ യമിനി എന്ന കൃതി എഴുതിയത് ആരാണ്? അൽ ഉദ്ബിയാണ്. അപ്പം കിതാബ് ഐ യമിനി എന്ന കൃതി എഴുതിയത് ആരാണ്? അൽ ഉദ്ബിയാണ്. ഗസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതനാണ് അൽ ബറൂണി. അപ്പോൾ ഗസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതൻ അൽ ബറൂണി. അൽ ബറൂണിയുടെ പ്രശസ്തമായ കൃതിയാണ് താരിഖുൽ ഹിന്ദ്.
അപ്പോൾ താരിഖൽ ഹിന്ദ്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്ന യൂക്ലിഡിൻ്റെ കൃതികൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തത് അൽബറൂണിയാണ്. അപ്പം കിതാബ് യമനി എന്ന് പറയുന്ന കൃതി എഴുതിയത് അലുദ്ബിയാണ്. അപ്പം ഗസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതനാണ് അൽബറൂണി. അൽബറൂണിയുടെ പ്രശസ്തമായ കൃതി ഏതാണ്? താരിഖ് ഉൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന കൃതിയാണ് അൽബറൂണിയുടെ പ്രശസ്തമായത്. അതുപോലെ തന്നെ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്ന യൂക്ലിഡിൻ്റെ കൃതികൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? അൽബറൂണിയാണ്. ഇനി ഗസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനാണ് ഫിർദൗസി. ഗസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനാണ് ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവിയാണ് ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഫിർദൗസി. കിഴക്കിൻ്റെ ഹോമർ എന്നും ഫിർദൗസി അറിയപ്പെടുന്നു. ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതിയാണ് ഷാനാമ. പേർഷ്യൻ ജനതയുടെ ദേശീയ ഇതിഹാസമാണ് ഷാനാമ. ഷാനാമ എന്ന വാക്കിനർത്ഥം രാജാക്കന്മാരുടെ പുസ്തകം. അപ്പോൾ ഗസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്തനാണ് ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൗസിയാണ്. കിഴക്കിൻ്റെ ഹോമർ എന്നറിയപ്പെടുന്നതും ഫിർദൗസിയാണ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവി ഫിർദൗസിയാണ്. കിഴക്കിൻ്റെ ഹോമർ എന്നറിയപ്പെടുന്നതും ഫിർദൗസിയാണ്. ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതിയാണ് ഷാനാമ. പേർഷ്യൻ ജനതയുടെ ദേശീയ ഇതിഹാസം എന്നറിയപ്പെടുന്നതും ഷാനാമയാണ്. ഷാനാമ എന്ന വാക്കിനർത്ഥം രാജാക്കന്മാരുടെ പുസ്തകമെന്നാണ്. ഓക്കെ. AD 1175 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. അപ്പോൾ AD 1175 ഇന്ത്യ ആക്രമിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേര് ഷഹാബുദ്ദീൻ മുഹമ്മദ് മുയിസുദ്ദീൻ മുഹമ്മദ് ബിൻ ഷാ പറയുന്നു. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗോറിയാണ്. ഗോറി ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാതയാണ് ഖൈബർ ചുരം. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലമാണ് പാകിസ്ഥാനിലെ മുൾട്ടാൻ 1775. ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം 1778-79. ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായി തീർന്ന യുദ്ധങ്ങളാണ് തറൈൻ യുദ്ധങ്ങൾ. തറൈൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? മുഹമ്മദ് ഗോറിയും ഡൽഹി ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനും. അപ്പം AD 1175 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേരെന്താണ്? ഷഹാബുദ്ദീൻ മുഹമ്മദ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് ഗോറിയാണ്. ഗോറി ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാതയാണ് ഖൈബർ ചുരം. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലമാണ് പാകിസ്ഥാനിലെ മുൾട്ടാൻ 1775. ഗുജറാത്ത് ഗോറി ആക്രമിച്ച വർഷം 1778-79. ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്ന ഇതിന് കാരണമായി തീർന്ന യുദ്ധങ്ങളാണ് തറൈൻ യുദ്ധങ്ങൾ. തറൈൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഗോറിയും ഡൽഹി ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു. ഓക്കെ, നോക്കാം. ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം 1191. വിജയ് പൃഥ്വിരാജ് ചൗഹാൻ. രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം 1192. വിജയ് മുഹമ്മദ് ഗോറി. അപ്പോൾ നമ്മൾ പറഞ്ഞു തറൈൻ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മുഹമ്മദ് ഗോറിയും ഡൽഹി ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനും കൂടെ ആയിട്ടാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം 1191. അതിൽ വിജയിച്ചത് പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. എന്നാൽ രണ്ടാം തറൈൻ യുദ്ധത്തിൽ 1192 വിജയ് ആരായത്? മുഹമ്മദ് ഗോറിയാണ്. തറൈൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തറൈൻ. ഓക്കെ. AD 1194 ചാന്ദ്വാർ യുദ്ധത്തിൽ ഗോറി പരാജയപ്പെടുത്തിയത് കനൗജിലെ ജയചന്ദിനെയാണ്. അപ്പോൾ AD 1194 ചാന്ദ്വാർ യുദ്ധത്തിൽ ഗോറി പരാജയപ്പെടുത്തിയത് ആരെയാണ്? കനൗജിലെ ജയചന്ദിനെയാണ്. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ തത്വചിന്തകൻ ആരായിരുന്നു? ഫക്രുദ്ദീൻ അൽ റാസിയാണ്. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ തത്വചിന്തകൻ ആരാണ്? ഫക്രുദ്ദീൻ അൽ റാസി. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവിയാണ് നിസാമി ഉറുസിയാണ് മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവി. അപ്പോൾ നമ്മൾ പറയും ഒന്നാം തറൈൻ യുദ്ധം നടന്നത് 1191. വിജയിച്ചതാരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. രണ്ടാം തറൈൻ യുദ്ധം നടത്തുന്നത് 1192. വിജയ് മുഹമ്മദ് ഗോറിയാണ്. തറൈൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയിലാണ്. AD 1194 ചാന്ദ്വാർ യുദ്ധത്തിൽ ഗോറിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? കനൗജിലെ ജയചന്ദിനെയാണ്. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ തത്വചിന്തകനാണ് ആര്? ഫക്രുദ്ദീൻ അൽ റാസി. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ തത്വചിന്തകൻ ആരാണ്? ഫക്രുദ്ദീൻ അൽ റാസി. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവിയാണ് നിസാമി ഉറുസി എന്ന് പറയുന്നത്. ഇനി ഓക്കെ,
ഇന്ത്യയിലെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നവരാണ് രജപുത്രന്മാർ. ഇന്ത്യയുടെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നവരാണ് രജപുത്രന്മാർ. രജപുത്രന്മാരിൽ പ്രധാനികൾ ആരൊക്കെയാണ്? തോമരന്മാരും ചൗഹാന്മാരും. ഡൽഹി ആദ്യമായി ഭരണാധികാര കേന്ദ്രമാകുന്നത് രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്താണ്. തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെടുന്നത് ദില്ലിക എന്നായിരുന്നു. തോമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്ന രാജവംശമാണ് ചൗഹാൻ വംശം. ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അപ്പം ഇന്ത്യയിലെ ക്ഷത്രിയ വിഭാഗങ്ങൾ അറിയപ്പെടുന്നവരാണ് രജപുത്രന്മാർ. അപ്പോൾ ഈ രജപുത്രന്മാർ പ്രധാനികൾ തോമരന്മാരും ചൗഹാന്മാരുമായിരുന്നു. ഡൽഹിയിൽ ആദ്യമായി ഭരണാധികാര കേന്ദ്രമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രജപുത്രന്മാർ വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ഭരണാധികാര കേന്ദ്രമാകുന്നത്. അപ്പം തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി നമ്മൾ അറിയപ്പെട്ടത് ദില്ലിക എന്നായിരുന്നു. തോമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്ന വംശമാണ് ഇത് ചൗഹാൻ വംശം. അതിൽ ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് ആര്? പൃഥ്വിരാജ് ചൗഹാൻ. അടുത്തത് റായ് പിത്തോറ എന്നറിയപ്പെട്ടിരുന്ന രാജാവാണ് പൃഥ്വി ചൗഹാൻ. റായ് പിത്തോറ എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു? ചന്ദ് ബർദായി ആയിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ കൃതി പൃഥ്വിരാജ് റാസോ ആണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ്ക്. പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ നിർമ്മിച്ച നഗരമാണ് കിലാറായ് പിത്തോറ. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി ജൗഹർ. അപ്പോൾ റായ് പിത്തോറ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയാണ് ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ കൃതിയാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ഏതാണ്? ജയാങ്കാണ്. പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ നിർമ്മിച്ച നഗരമാണ് റായ് പിത്തോറ. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾക്ക് കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജൗഹർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ബീഹാറും ബംഗാളും കീഴടക്കിയ ഗോറിയുടെ സൈനിക ജനറൽ ആരായിരുന്നു? മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി. അപ്പം ബീഹാറും ബംഗാളും കീഴടക്കിയ ഗോറിയുടെ സൈനിക ജനറലാണ് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി. നളന്ദ, വിക്രമശില, ഓദന്തപുരി എന്ന സർവകലാശാലകൾ തകർത്തത് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജിയാണ്. തൻ്റെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളുടെ മേൽനോട്ടത്തിന് മുഹമ്മദ് ഗോറി നിയോഗിച്ച വ്യക്തിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. 1206 മുഹമ്മദ് ഗോറി അന്തരിച്ചതോടെ സ്വതന്ത്ര ഭരണാധികാരിയായത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അപ്പോൾ ബീഹാറും ബംഗാളും കീഴടക്കിയ ഗോറിയുടെ സൈനിക ജനറലാണ് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത്. നളന്ദ, വിക്രമശില, ഓദന്തപുരി എന്നീ സർവകലാശാലകൾ തകർത്തത് മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജിയാണ്. തൻ്റെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളുടെ മേൽനോട്ടത്തിന് മുഹമ്മദ് ഗോറി നിയോഗിച്ച വ്യക്തിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. 1206 മുഹമ്മദ് ഗോറി അന്തരിച്ചതോടെ സ്വതന്ത്ര ഭരണാധികാരിയായതാരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ.